മമ്മക്കൊരു മുത്തം തരും. ഒരു മുത്തം, ഒരു മുത്തം. ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സൂപ്പർ മോം സീരീസിൽ നിന്ന് ഫെബിയാണ്. വീഡിയോ ഇടാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പല വീഡിയോസും ഞാൻ എടുത്തു വെച്ചിട്ട് എനിക്ക് ഇടാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. കാരണം ഫുൾ ബിസിയാണ്, വെറുതെ ഇരുന്നിട്ടൊന്നുമില്ല, എപ്പോഴും എൻഗേജ്ഡ് ആണ്. എൻ്റെ വർക്കും അതും ഇതും എല്ലാം ആയിട്ട് ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം. അതുകൊണ്ടാണ് കൂടുതൽ ആക്റ്റീവ് ആകാൻ പറ്റാതിരുന്നത്. വേറൊരു ഉത്തരവാദിത്വം കൂടി തലയിൽ വെച്ചിട്ടുണ്ട്. അപ്പം അതും ഇതും ആദ്യമുള്ളതും എല്ലാം മിക്സപ്പായിട്ട് എന്താ പറയുക, ഒന്നിനും ടൈം കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് വീഡിയോസ് ഒന്നും ഷെയർ ചെയ്യാതിരുന്നത്. പക്ഷെ എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് നല്ല രീതിയിൽ ടൈം മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. വീഡിയോസ് എല്ലാം ഇടൽ നിർബന്ധമാണ് എനിക്ക് എല്ലാ സോഷ്യൽ മീഡിയാസിലും. ഇപ്പോൾ യൂട്യൂബ് ഒഴിവാക്കാൻ പറ്റില്ല, ഇൻസ്റ്റഗ്രാം ആയാലും ഇനിയിപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആയാലും എല്ലാം ഒരേ ലെവലിൽ എനിക്ക് കൊണ്ടുപോകേണ്ട ഒരവസ്ഥയാണ്. മൂന്നിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്തായാലും. കാരണം ഒന്നിൽ ആക്റ്റീവ് ആകുമ്പോൾ മറ്റൊന്ന് ഡൗൺ ആവുന്ന ലെവലിലേക്ക് ഇനി വരുത്താൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു തീരുമാനം. ഇൻഷാല്ലാ ആ രീതിയിൽ തന്നെ കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കയറിയവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നല്ല നല്ല കണ്ടൻറ്റ്സ്, ഇനിയും ഒരുപാട് പ്ലാൻസ് ഉണ്ട്, ഒരുപാട് നല്ല നല്ല കണ്ടൻറ്റ്സ് ഇനിയും വരാൻ ഇരിക്കുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലും നഷ്ടമാവില്ല. അപ്പോൾ പുതിയതായിട്ട് വന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ പ്രസൻസ് ഇവിടെ അറിയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അതെല്ലാം എനിക്കൊരു പ്രചോദനമാണ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അതൊക്കെ എന്തായാലും ചെയ്യാം. ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്ന് പിന്നെ അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പ്രോഡക്ട്സും, ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, ഇത് ഞാൻ ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട പോലത്തെ എല്ലാ ഐറ്റംസും ഞാനൊന്ന് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്തെന്ന് മാത്രം. എല്ലാ പ്രോഡക്ട്സും എൻ്റെ അടുത്ത് അവർക്ക് വേണ്ടിയിട്ട് ഷോപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാട്ടിലൊരു കസ്റ്റമറാണ്. അതിനിടെ ഞാൻ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൻ്റെ ലൈസൻസും എടുത്തിട്ടുണ്ട്. ഇപ്പം 2-3 ലൈസൻസ് ഇപ്പം ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ UAE നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ലൈസൻസ് നിർബന്ധമാണ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് അൽഹംദുലില്ലാ. പിന്നെ അപ്പോൾ അതിൻ്റെ എല്ലാം കുറേ പണികൾ അതിൻ്റെ ഇടയിൽ അതും നടന്നിട്ടുണ്ട്. പിന്നെ അപ്പം ഈ ഒരു കസ്റ്റമർ ഐറ്റംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നല്ല എന്താ പറയുക, ഒരു ബോഹോ തീമിലുള്ള പ്രോഡക്റ്റ്സാണ് അവർ ചൂസ് ചെയ്തത്. നല്ലൊരു കസ്റ്റമർ ആയിരുന്നു, നല്ല കോപ്പറേറ്റീവായിട്ട് കാര്യങ്ങൾ ഞങ്ങൾ 2-3 ദിവസം മെനക്കെട്ടിട്ട് സെറ്റാക്കി വെച്ച സംഭവങ്ങളാണിത്. ഇത് മാത്രമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഐറ്റംസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളത്. ബാക്കി ഇതിന് പുറമെ വേറെയും കുറേ എന്തൊക്കെയോ ഐറ്റംസ്, മീൻസ് കുക്ക് വെയർ സെറ്റ്, അതൊക്കെ പിന്നെ മുൻപ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത അല്ലെങ്കിൽ ഇവിടെ കാണിച്ച ഐറ്റംസ് എല്ലാം തന്നെ ആയതുകൊണ്ട് ഞാനിവിടെ കാണിക്കുന്നില്ലെന്ന് മാത്രം. അപ്പം അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അത് വേറെയും എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും മാഷാ അല്ലാ നല്ല അടിപൊളി സാധനങ്ങളാണ്. പിന്നെ നിങ്ങൾക്കിതൊരു റെഫറൻസ് വീഡിയോ ആയിട്ട് വെക്കാം. അതായത് എല്ലാം പ്രോഡക്ട്സ് UAE എന്നുള്ളതാണ്, മാത്രമല്ല ബ്രാൻഡഡ് ഷോറൂംസിലുള്ളതാണ്. അപ്പം ഹൗസ് വാമിംഗ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് വെക്കാൻ പറ്റാവുന്നൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ പ്രോഡക്ട്സ് ഞാൻ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട്. അവരുടെ റിക്വയർമെൻറ്റ് ഇതായിരുന്നു, വൈറ്റ് ടു ബീച്ച് കളറിലേക്ക് വരുന്ന പ്രോഡക്ട്സ് ഐറ്റംസ് ആയിരുന്നു അവരുടെ അവർ പ്രിഫർ ചെയ്തിട്ടുണ്ടായത്. അവരുടെ വീടുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആ ഒരു കളറായിരുന്നു. അതുകൊണ്ട് ഒരുവിധം എല്ലാ ഐറ്റംസും, ഈവൻ എന്താ പറയുക, ഫ്ലോർ മാറ്റ് വരെ നമ്മൾ ആ ഒരു തീമിൽ തന്നെയായിരുന്നു എടുത്തിരിക്കുന്നത്. കുക്ക് വെയർ സെറ്റ് എല്ലാം ഒന്നും ഭയങ്കര കളർഫുള്ളൊന്നും, എല്ലാം ഒരു കോസി, ഒരു എന്താ പറയുക, മൈൽഡ് ടോണിലുള്ള കൈൻഡ് ഓഫ് ഐറ്റംസാണ് മുഴുവൻ ചൂസ് ചെയ്തത് കേട്ടോ. കണ്ടില്ല, ഫ്ലോർ മാറ്റ്സ് ആണിതൊക്കെ. പിന്നെ ബ്ലാങ്കറ്റ്സ് ആയാലും കംഫർട്ടേഴ്സ്, പിന്നെ ബെഡ്ഷീറ്റ്സ്, ഇനി അതുപോലെ എന്താ പറയുക, കിച്ചണിലേക്കുള്ള ഐറ്റംസ്, അതുപോലെ ബാത്റൂമിലേക്കുള്ള ആക്സസറീസ് എല്ലാം തന്നെ അങ്ങനെ ഒരു ബോഹോ തീമിലുള്ള ആ ഒരു തീമിൽ വരുന്ന കൈൻഡ് ഓഫ് പ്രോഡക്റ്റ്സ് ആയിരുന്നു എല്ലാം തന്നെ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനൊരു തീം ബേസ് ചെയ്തിട്ട് പ്രോഡക്ട്സ് പിന്നെ ഷോപ്പ് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ കുറച്ചായിട്ട് ഇതും കൊണ്ട് കളിക്കുന്നത് കൊണ്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ഇതിപ്പം മെലാമിൻ പ്ലേറ്റ്സ് ആണ്, അതിൻ്റെ തന്നെ ഒരു ഫുൾ സെറ്റ് അവർക്ക് വീട്ടിൽ സ്ഥിരം യൂസ് ചെയ്യാൻ ആവശ്യത്തിന് അങ്ങനെ പിന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അതിൻ്റെ ബൗളും പ്ലേറ്റ്സും എല്ലാം ആ ഒരു കളർ തീമിൽ.
ഇങ്ങനൊരു വീഡിയോ ഇവിടെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള വീഡിയോസ് കണ്ടിട്ടാണ് വീണ്ടും വീണ്ടും ഓരോരുത്തർ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ആവശ്യപ്പെടുന്നത്. അപ്പം ഇവരുടെ കൂടെ തന്നെ വേറൊരു ടീമിന് വേണ്ടിയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എല്ലാം മിക്സപ്പ് ആയിട്ടാണ് ഐറ്റംസ് ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. പിന്നെ കുറേ ഐറ്റംസ് എല്ലാം ഇവർ ചൂസ് ചെയ്ത് സെയിം കൈൻഡ് ഓഫ് സാധനങ്ങൾ തന്നെയാണ് അവരുടേതും ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അതാണെങ്കിൽ പക്ഷേ എനിക്ക് ലാസ്റ്റ് മൊമെൻ്റൊക്കെ പെട്ടെന്ന് അയക്കേണ്ട വന്നൊരു കേസായിരുന്നു. അർജൻറ്റായിട്ടെല്ലാം സെറ്റാക്കിയിട്ട് അയക്കേണ്ട ഒരു കേസായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിനൊന്നുള്ളൊരു ടൈമും എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ വേറൊരു ക്ലിപ്പിംഗ് കൂടി ഞാനിവിടെ ആഡ് ചെയ്യാണ്. ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണ്. അതായത് അൽഹംദുലില്ലാഹ് ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് നാട്ടിൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസാണ് ഈ ഒരു വണ്ടി മുഴുവനുള്ളത്. നാട്ടിലേക്ക് അയച്ച സ്റ്റോക്കാണ് കേട്ടോ, ബൾക്ക് സ്റ്റോക്ക്. പുതിയ കുറേ ഐറ്റംസ് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കിടിലം വീഡിയോ ഇൻഷാ അല്ലാഹ് വരാൻ പോകുന്നുണ്ട്. എല്ലാ പ്രോഡക്ട്സും ഡിസ്പ്ലേ ചെയ്തും കൊണ്ടുള്ള ഒരു വീഡിയോ. ഇതിൻ്റെ എല്ലാം സാമ്പിൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വരും വീഡിയോസിൽ ഇതായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകും. പുതിയ പ്രോഡക്ട്സിനെ കുറിച്ച് പലരും വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്തത്. അതായത് നമ്മൾ സ്റ്റോക്ക് നാട്ടിൽ ചെയ്തിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ ഷെയർ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ് ഈ ഒരു വണ്ടിയിൽ മുഴുവൻ ഉള്ളത്. അതിൻ്റെ കൂടെ ഒരു സെറ്റ് കാർഗോയും കൂടി അവിടെ എത്താനുണ്ട്. അതും ഇപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് എത്തും. ഞാൻ CCTVയിൽ നിന്ന് ജസ്റ്റ് റെക്കോർഡ് ചെയ്തെടുത്തിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ അതൊക്കെ. അപ്പം അത് ജസ്റ്റ് ഞാനിവിടെ സൂചിപ്പിച്ചതാണ്. കാരണം ഇനി വരാൻ പോകുന്ന വീഡിയോസ് ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാം. പിന്നെ കാരണം ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇനി വരാൻ പോകുന്നുണ്ട്. ഇതിലുള്ള പ്രോഡക്റ്റ്സ് ഓരോന്നായിട്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാവുന്ന ഐറ്റംസാണ് ഇതിലെല്ലാം തന്നെ ഉള്ളത്. ഓരോന്നായിട്ട് മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ ഒരു ബോറടിപ്പിക്കുന്നില്ല. കാസറോൾസ് ഉണ്ട്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബാത്റൂമിലെ ആക്സസറീസ്, കിച്ചൺ ആക്സസറീസ്, ബൗൾസ്, പിന്നെ പുഡിംഗ് ബൗൾസ്, പ്ലേറ്റ്സ്, ഡിന്നർ സെറ്റ്, കംഫർട്ടേഴ്സ്, പിന്നെ എല്ലാം ഒരുവിധം. കാരണം അവർ വേറെ ഒന്നും സെപ്പറേറ്റ് പുറത്തുനിന്നൊന്നും വാങ്ങിയിട്ടില്ലെന്ന് തന്നെ പറയാം. എല്ലാം ഞാനാണ് ഈ വക എല്ലാ ഐറ്റംസും ഞാനാണ് അവർക്ക് ഇവിടുന്ന് ചൂസ് ചെയ്തിട്ട് അയച്ചു കൊടുത്തത്. അവർ ഫുള്ളി ഹാപ്പി ആയിരുന്നു. സാധനങ്ങളിൽ ഏതോ ഒറ്റൊരു ഐറ്റം മാത്രമാണ് അവർക്ക് ഡാമേജ് ആയത്. അവർ ഈ വീഡിയോ കാണുന്നുണ്ടാവും, എനിക്ക് കളർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഒറ്റൊരു ഐറ്റമാണ് അവർക്ക് ചെറിയൊരു ഡാമേജ് വന്നത്. ബാക്കി എല്ലാം അൽഹംദുലില്ലാഹ് സേഫായി എത്തി. ഒരുവിധം എല്ലാം തന്നെ സെറാമിക് ഐറ്റംസ് ഉണ്ടായിരുന്നു. സെറാമിക് എന്ന് പറഞ്ഞാൽ പക്ക സെറാമിക്കും വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഗ്ലാസ്സസും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. അതെല്ലാം തന്നെ അൽഹംദുലില്ലാഹ് സേഫായിട്ട് തന്നെ നാട്ടിലെത്തിയിട്ടുണ്ട്. എന്താ പറയുക, ട്രെയിൻ്റെ എല്ലാം ഒരുപാട് കളക്ഷൻസ് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ഷോപ്സാണ് ഈ ഒരു ഷോപ്പിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് കാരണം ഒറ്റൊരു ഷോപ്പല്ല, പല ഡിഫറെൻറ്റ് ഷോപ്സിൽ നിന്നായിട്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലും ഒരു മെജോറിറ്റി ഓഫ് ഐറ്റംസ് ഞാൻ എടുത്തത് ഹോം സെൻറ്ററിൽ നിന്നാണ് കേട്ടോ. കാരണം അവിടുന്ന് ഹോം സെൻറ്റർ ശരിക്കും എന്താ പറയുക, എനിക്കിപ്പം അത്രയ്ക്ക് ഫെമിലിയറായി. അതിൻ്റെ ഓരോ കോർണറും, എസ്പെഷ്യലി ഇവിടെ അലൈനിലെ ഷോറൂം അത്യാവശ്യം നല്ല വലിയ ഷോറൂമാണ്. അപ്പോൾ അവിടുത്തെ ഓരോ കോർണറിലും എനിക്കറിയാം ഓരോ പ്രോഡക്റ്റ് ഏത് ഏരിയയിലാണെന്നുള്ളത്. അതുകൊണ്ട് കുറേ ഭാഗം അവിടെ നിന്നാണ്. പിന്നെ ബാക്കി കുറച്ച് ഐറ്റംസ് ഞാൻ ഇവിടെയുള്ള 1-2 ഗിഫ്റ്റ് മാർക്കറ്റ്സിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത്രയും ഈ 3 ഉള്ളൂ. പിന്നെ വേറെ എവിടെയും ഞാൻ പോയിട്ടില്ല. പിന്നെ അപ്പം ഈ 3 സ്ഥലങ്ങളിൽ നിന്നാണ് കാര്യമായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ അതുകൊണ്ട് ഇതിലുള്ള കൂടുതൽ ഐറ്റംസ് നിങ്ങൾക്ക് ഹോം സെൻറ്ററിൽ നിന്ന് തന്നെ ഇപ്പം UAE-യിലുള്ളവർക്കാണെങ്കിൽ അവിടെ നിന്ന് തന്നെ കിട്ടും. അതല്ലാത്തത് ഞാൻ ഈ പറഞ്ഞ ഗിഫ്റ്റ് മാർക്കറ്റ്സിലാണ്, 2 ഷോപ്സിലാണ് ഞാൻ കളക്ട് ചെയ്തത്. അപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങനെ ടേബിളിൽ വീഡിയോ എടുക്കാൻ പാകത്തിന് അറേഞ്ച് ചെയ്ത് വെച്ച ദിവസം പിന്നെ സാറയും ഫാമിലി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, സാൻ ഉണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് സാൻ ഇട്ട ഡ്രസ്സും ഈ ഒരു തീമുമായിട്ട് ഭയങ്കര മാച്ചിങ് തോന്നി. സാനുമായിട്ട് നല്ല മാച്ചിങ് തോന്നി ഈ ഒരു തീം. അവനെയും അതിനിടയിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ. അൽഹംദുലില്ലാഹ് അവർ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞു. കാരണം കുറച്ച് ദിവസം മുൻപ് എടുത്ത വീഡിയോ ആണിത് കേട്ടോ. ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ട് കുറച്ചായി, എനിക്ക് സമയം കിട്ടുന്നേ ഇല്ല, ഫുൾ ബിസിയാണ്. അപ്പം പിന്നെ അതുകൊണ്ടാണ്. അപ്പോൾ അവരുടെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞു. അതിന് ശേഷം അവരെനിക്ക് അതിൻ്റെ വീട്ടിൻ്റെ വീഡിയോസൊക്കെ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഓരോ ഐറ്റംസ് ഞാനിങ്ങനെ എത്തിച്ചു കൊടുത്ത ഐറ്റംസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫസ്റ്റ് ടൈം ഒന്നല്ല ഞാൻ ഈ കൈൻഡ് ഓഫ് ഷോപ്പിംഗ് ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും ഓരോ തവണ ചെയ്യുമ്പോൾ എനിക്ക് ഓരോ എക്സ്പീരിയൻസാണ്.
മുൻപ് ചെയ്തതൊരു ഫുൾ വൈറ്റ് തീമിൽ സെറാമിക് തീമിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അതും ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഈ ചെറുത് ചെയ്യുന്നതൊന്നും ഞാൻ എടുക്കുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു ഇതാണെങ്കിൽ ഓർഡർ ആണെങ്കിൽ ഞാൻ എന്തായാലും അത് വീഡിയോ എടുക്കും. അതല്ലെങ്കിൽ എനിക്കത് ഭയങ്കര നഷ്ടമായിട്ട് തോന്നും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എത്ര തിരക്കാണെങ്കിലും ഞാനത് വീഡിയോ എടുത്ത് പിന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ നോക്കാറുണ്ട്. അതായത് വ്യത്യസ്തമായിട്ട് കാണുന്ന സംഭവങ്ങളെല്ലാം ആണെങ്കിൽ. അതല്ലാത്തത് ഞാൻ മാക്സിമം സ്കിപ്പ് ചെയ്യാറാണ്. അവർ വന്നിട്ട് പാക്ക് ചെയ്യുന്നതിനിടയിൽ കുറച്ച് ഐറ്റംസ് മിസ്സിങ് ഉണ്ടായിരുന്നു. അതിനിടയിൽ ഒരു ഓട്ടം ഓസി ഹോമിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കളക്ട് ചെയ്ത കുറച്ച് സാധനങ്ങളായത്. ഈ ഒരു ഗ്ലാസ് സ്റ്റോറേജൊക്കെ അവർക്ക് നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല സേഫായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്നിനും ഒരു പോറലിതല്ലാതെ അത്ര സേഫായിട്ടാണ് പാക്ക് ചെയ്ത് ഞങ്ങൾ ഇവിടെ നിന്ന് വിടുന്നതെന്ന് മാത്രം. അപ്പോൾ ഇതിലുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ്സ് കുറച്ചധികം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വേറൊരു നമ്പർ തരും. നിങ്ങൾ അതിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് തരും കേട്ടോ. എനിക്കെപ്പോഴും ഉള്ളൊരാഗ്രഹമാണ് എൻ്റെ എല്ലാ ആക്ടിവിറ്റീസും വെച്ചിട്ട് ഡെയിലി വ്ളോഗായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയും, അങ്ങനെയുള്ള വ്ളോഗ്സ് ചെയ്യണോ ഇനി അങ്ങോട്ട്, എല്ലാം മിക്സപ്പായിട്ടൊരു വ്ളോഗ് ചെയ്യണോ, എല്ലാം നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയട്ടെ. എൻ്റെ അടുത്ത് ആരൊക്കെയോ വന്നിട്ട് ഇങ്ങനെ എന്താ വീഡിയോസ് ഇല്ലാത്ത അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്ന് കമൻറ്റ് ബോക്സിലൂടെ പറയും. ഇൻഷാ അല്ലാഹ് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.